മണർകാട് ഗ്രാമപഞ്ചായത്തിലെ പറമ്പുകര ലക്ഷംവീട് കോളനിയിലെ ശരൺ എന്ന പയ്യനാണ് വെള്ളത്തിൽ പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ NDRF ടീമുകൾ വന്ന് അവർ എക്യുപ്മെന്റ്സ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിക്കാപ്പടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. NDRF ടീം വന്നു, അവരെല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഫയർഫോഴ്സ് ഒക്കെ ആ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട്. ശരണല്ലേ, കണിയാങ്കുന്നൽ ലക്ഷംവീട് കോളനിയിലല്ലേ? ഓക്കെ, ഏത് സമയത്തായിരുന്നു? 6 മണിയായിരുന്നു. അങ്ങനെ കുളിക്കാൻ പോയതല്ലോ? പഠിക്കാൻ പോയല്ലേ? ഓക്കെ, നാട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീം ഒരു റൗണ്ട് തെരച്ചിൽ നടത്തിയിട്ട് അവർ കയറിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെന്നാണ് അവർ പറയുന്നത്. അടുത്തത് NDRF ടീം, അടുത്ത ഒരു ടീം ഇറങ്ങാൻ പോവുകയാണ്. അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് അവരിവിടെ എത്തിയിട്ടുണ്ട് സ്പോട്ടിൽ. ഫയർഫോഴ്സുകാർ ഒരു റൗണ്ട് തെരച്ചിൽ കഴിഞ്ഞ് അവർ തിരിച്ച് കയറുകയാണ്. വളരെ ദുഷ്കരമാണ്, രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ പറയുന്നത് രാത്രി വെളിച്ചമില്ലാതെ ഒന്നും കാണാൻ കഴിയുന്നില്ല, പകൽ വെളിച്ചത്തിലായിരിക്കും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുക എന്നാണ് അവർ പറയുന്നത്. ഫയർഫോഴ്സ് അവരുടെ ആദ്യ റൗണ്ട് തെരച്ചിലിന് പോയ ബോട്ട് തിരിച്ച് കയറ്റാനായിട്ട് അവർ പോവുകയാണ്. ഇവിടെ NDRF ടീം അടുത്ത തെരച്ചിൽ തുടങ്ങാനായിട്ട് അവർ എത്തിക്കഴിഞ്ഞു. NDRF ടീം അംഗങ്ങളാണെല്ലാം ഇവിടെ നിൽക്കുന്നത്. അവരുടെ എക്യുപ്മെൻസുകളെല്ലാം വന്നു കഴിഞ്ഞ് ബോട്ട് ഇവിടെ തീരെ വെളിച്ചമില്ലാത്തൊരു പ്രദേശമാണ്, അതുകൊണ്ട് എല്ലാം ക്ലിയറായിട്ട് വീഡിയോ കിട്ടില്ല. ആൾക്കാരെല്ലാം കൂടി നിൽക്കുകയാണ് ഇവിടെ. NDRF ടീം വലിയ വണ്ടിയിലാണ് വന്നത്. പക്ഷേ അവരുടെ വണ്ടി ഈ സ്പോട്ടിലേക്ക് എത്താത്തത് കാരണം അവരുടെ എക്യുപ്മെൻസുകൾ ചെറിയ വണ്ടിയിലാക്കി സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചിക്കാപ്പടിയിലാണ് വലിയ വണ്ടി എത്തുന്നത്. പ്രളയക്കെടുതിയെ നേരിടാനായിട്ട് അവരെ കോട്ടയം MD സെമിനാറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് ചെയ്തിരിക്കുന്നതാണ്. അവരെ തൃശ്ശൂർ 4th ബറ്റാലിയൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ വലിയ ലോറിയിലാണ് അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ എത്തിച്ചത്. പക്ഷേ അതിനുശേഷം ഈ ചെറിയ റോഡ് ആയതുകൊണ്ട് അവർ ചെറിയ ലോറിയിലേക്ക് അവരുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് 50-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ട്. അവർ 50ഓളം ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടത്. അവർ പോകാനായിട്ട് 2 സ്കൂബ ഡൈവിംഗ് ബോട്ടുകളൊക്കെ അവർ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ കറണ്ടിന് ആവശ്യമായ ജനറേറ്റർ, വലിയ ജനറേറ്റർ, വലിയ മോട്ടറുകളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്.